ഇന്ന് ഒക്ടോബർ 20th വെബേഴ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ 13 വർഷം എത്തി നിൽക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ സ്റ്റാർട്ട് ഓഫ് ദി ജേർണി? 2012 ഒക്ടോബർ 20th ഒബിയസ്ലി ഒഫീഷ്യലി പറയുകയാണെങ്കിൽ അത് വെബേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് തന്നെയാണ്. പക്ഷേ ദ ഐഡിയ ആക്ച്വലി സ്റ്റാർട്ടഡ് മച്ച് ബിഫോർ ദാറ്റ്. അതായത് ഒരു 2010-11 കാലഘട്ടങ്ങളിൽ അന്ന് ഞാൻ ദോഹയിൽ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊജക്റ്റിൻ്റെ റിക്രൂട്ട്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഡേ ടു ഡേ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഞാൻ നൂറുകണക്കിന് റെസ്യൂംസ് എനിക്ക് കിട്ടും. അത് എനിക്കതിൽ മാച്ചാകുന്ന റിക്വയർമെൻറ്റിന് വേണ്ടി ക്ലയൻറ്റിന് അയച്ചു കൊടുക്കണം. അപ്പോൾ അത് ഇന്ന് 2025 റെസ്യൂംസ് തന്നെ പ്രൊഫഷണൽ രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ 2010 കാര്യം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് കിട്ടുന്ന റെസ്യൂംസ് നല്ല റെസ്യൂംസ് ആണെങ്കിൽ അത് ഞങ്ങൾ ആ രീതിയിൽ ട്വീക്ക് ചെയ്ത് അത് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കാറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്വീക്കിങ്സ് ഒക്കെ അന്ന് നമ്മൾ വളരെയധികം ചെയ്തിട്ട് അതൊക്കെ വളരെ സക്സസ്ഫുൾ ആയി എന്ന് മനസ്സിലായപ്പോൾ എനിക്കത് മനസ്സിലായി. അതായത് ഇതൊരു ഫ്യൂച്ചറാണ്, നാളത്തേക്ക് എനിക്കത് കൂടുതൽ ഒരു കരിയറായിട്ട് നീക്കാൻ പറ്റിയ ഒരു മേഖലയാണെന്ന് എനിക്കത് മനസ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വർക്കിൻ്റെ ഇടയിൽ ഒരിക്കലും നാട്ടിൽ വരുവാനിടയായപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നെറ്റ് കഫേയിൽ പോകാനിടയായപ്പോൾ അവിടെ ഒരാളിങ്ങനെ ഒരു റെസ്യൂം തയ്യാറാക്കാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്യൂം എന്ന് പറയുന്നത് ഒരു 8 പേജോളം വരുന്ന റെസ്യൂമാണ്. അപ്പോൾ റെസ്യൂം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അത് ആരും നോക്കാൻ തന്നെ പോകുന്നില്ല. അപ്പോൾ അത് ഞാനൊന്ന് ട്വീക്ക് ചെയ്ത് അതൊരു 2 പേജാക്കി കൊടുത്തു. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ വിളിച്ച് പറയുകയാണ് അദ്ദേഹത്തിന് ജോലി കിട്ടി. സോ ഈസ് വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ് എന്നൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിൽ അതൊരു വലിയ പ്രോബ്ലമാണ്. പക്ഷെ ഞാൻ എൻ്റെ റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിലത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള കമ്പനീസ് ഇല്ല. റിക്രൂട്ട്മെൻറ്റ് കമ്പനീസ് അതല്ലെങ്കിൽ റെസ്യൂം റൈറ്റിംഗ് കമ്പനീസ് ഒന്നും ഇത് ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ അവർക്കൊരു ബ്രാഞ്ചസ് കേരളത്തിലില്ല. ആകെ കൂടിയുള്ളത് നെറ്റ് കഫേകളാണ്. സോ ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ഇനഫ് ടു റൈറ്റ് എ റെസ്യൂം. സോ എൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യം വന്നില്ല. സോ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഐ വാസ് വെരി ഷുവർ വാട്ട് മൈ ഫ്യൂച്ചർ ഈസ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു ഓഫീസ് എടുത്ത് ഐ സ്റ്റാർട്ടഡ് വെബേഴ്സ് ആൻഡ് ഒഫീഷ്യലി വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ദാറ്റ് വാസ് ഓൺ 20th of October 2012. ഓക്കെ, നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ പ്രൊഫഷണൽ റെസ്യൂം റൈറ്റിംഗ് സർവീസസ് മാത്രം വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ, അതുപോലെ കരിയർ മാസ്റ്ററി പ്രോഗ്രാം, അതുപോലെ ഒരുപാട് ട്രെയിനിങ്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസ്യൂം എന്നുള്ളൊരു സാധനത്തിൽ നിന്ന് ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് എത്തിയത്? ഓക്കെ, എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പക്ഷേ ആ ബിസിനസ് സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ആ നീഡ്സ് എല്ലാം അതെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ റെസ്യൂംസ് ചെയ്തു. ആദ്യം ആൾക്കാർ വരാൻ കുറേ സമയമെടുത്തു. ആഴ്ചയിൽ 1-2 പേരായി. പിന്നെ അത് വീക്കിലി 5-10 പേര് വന്നു തുടങ്ങി. പിന്നെ അത് മാസത്തിൽ 30-40 പേരായി വന്നു തുടങ്ങിയത്. നമ്മൾ ടീമിനെ ഡെവലപ്പ് ചെയ്തു. നമ്മൾ മറ്റൊരു സ്പേസിലോട്ട് മാറി. വലിയൊരു ടീം വന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ടീം സ്ട്രെങ്ത് നമ്മുടെ കയ്യിൽ വന്നു. അപ്പോഴാണ് നമ്മൾ അതിൽ മറ്റുള്ള പ്രോബ്ലംസ് കണ്ടു തുടങ്ങിയത്. ഈ റെസ്യൂം വെച്ച് ഇവർക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് പലർക്കും അറിയുന്നില്ല. അവർ ജസ്റ്റ് കാണുന്ന എല്ലാ ജോബിനും അപ്ലൈ ചെയ്യുക എന്നല്ലാതെ അവർക്ക് മാച്ച് ചെയ്യുന്ന ജോബുകൾ എവിടെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കരിയർ മാസ്റ്ററി പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ റെസ്യൂം മാത്രം പോരാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കാലം മാറും തോറും അതിനനുസരിച്ച് അവർക്കൊരു കവർ ലെറ്ററിൻ്റെ ആവശ്യം വന്നു. അതുപോലെ ലിങ്ക്ഡിൻ വന്നതിന് ശേഷം ഇപ്പോൾ വളരെയധികം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ലിങ്ക്ഡിൻ വഴിയാണ്. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ ചെയ്തൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആവശ്യമാണ്. അതല്ലെങ്കിൽ അതിൽ റെഗുലറായിട്ട് ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആകണം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പല പ്രൊഫഷണൽക്ക് ഇന്നും അറിയത്തില്ല. അപ്പോൾ ആ കാര്യങ്ങൾക്കെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവൽ പ്രോഗ്രാംസും ട്രെയിനിങ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഫ്രഷേഴ്സിന്, ഈവൻ കോളേജ് ഡ്രോപ്പ് ഔട്ട്സിന്, ഈവൻ കറൻ്റ്ലി കോളേജിൽ ലാസ്റ്റ് ഇയർ വർക്ക് ചെയ്യുന്നവർക്ക്, പഠിക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് പലപ്പോഴും എങ്ങനെയാണ് ജോബ് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് റെസ്യൂം ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക, ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഇങ്ങനത്തെ നമ്മൾ കോളേജിൽ പോയിട്ട് ഇങ്ങനെ പല പ്രോഗ്രാംസും നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്യാൻ പറ്റാവുന്ന സ്ട്രെങ്ത്ത് നമുക്കൊരു ടീം വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ എല്ലാ മേഖലകളിലോട്ട് മാറി ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന നിലയിലോട്ട് നമ്മളിപ്പോൾ വളർന്നെത്തിയത്.